എല്ലാവർക്കും നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ 10ാം ക്ലാസ് ചെയ്യുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ് നമുക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഗ്രേസ് മാർക്ക് എല്ലാ വർഷവും കാണാറുണ്ട്. അപ്പോൾ ഈ വർഷവും ഗ്രേസ് മാർക്ക് ഉണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരുവിധമുള്ള എല്ലാ കുട്ടികൾക്കും ഇത് അറിയാമായിരിക്കും. എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. ഗ്രേസ് മാർക്ക് കഴിഞ്ഞവണ വരെയും നമ്മുടെ സർക്കുലർ സത്യം പറഞ്ഞാൽ ഇതുവരെയും പുറത്തിറക്കിയിട്ടില്ല. നമുക്ക് എക്സാമിൻ്റെ ഇടയ്ക്കോ അത് എക്സാം കഴിഞ്ഞതിന് ശേഷമോ ആണ് നമ്മൾ ഗ്രേസ് മാർക്കിൻ്റെ വിതരണത്തെക്കുറിച്ച് ഒരു സർക്കുലർ ഗവൺമെൻറ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും അതുണ്ടാവും. എന്തായാലും ഗ്രേസ് മാർക്ക് ഉണ്ടാവും. കാരണം ഇതുവരെയും ഗ്രേസ് മാർക്ക് ഇല്ല എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും കുറവുണ്ടാവുകയോ അത് വേറെ ഏതെങ്കിലും വിധത്തിൽ അഡ്മിഷന് വേണ്ടി ആഡ് ചെയ്യുകയോ ചെയ്യുന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സർക്കുലർ വരേണ്ടിയിരിക്കുന്നു. എന്നാലും ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് 90% ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് നൽകാൻ തന്നെയാണ് സാധ്യത കേട്ടോ. കാരണം സ്കൂളുകളിലേക്ക് അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ലിറ്റിൽ കൈറ്റ്സിൻ്റെ അവർ പെർഫോമൻസ് വെച്ചിട്ട് അവർ ഇതൊക്കെ ലിസ്റ്റൊക്കെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സ് അതിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി തുടങ്ങി. പക്ഷെ അവർ അപ്ലോഡൊന്നും ചെയ്ത് കാണത്തില്ല. കാരണം അതിനൊരു ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് എല്ലാവർക്കും അറിയാം. SPCക്ക് 20, JRCക്ക് 10, ലിറ്റിൽ കൈറ്റ്സിന് 10, അങ്ങനെ പിന്നെ രാജ്യാന്തര തലത്തിൽ സ്പോർട്സിന് പോകുന്ന കുട്ടികൾക്ക് 50, 100 അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ് നമ്മുടെ ഗ്രേസ് മാർക്ക് സിസ്റ്റം ഉള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രേസ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുതരാം. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതിന് ഇപ്പോൾ 20 മാർക്കുള്ള ഒരു SPC കാഡറ്റിനെ എങ്ങനെയാണ് നമ്മുടെ ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നിന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തൊട്ടടുത്ത ഗ്രേഡിലേക്ക് എത്താൻ ഏതിനാണോ മാർക്ക് കുറവ് അതിനാണ് നമുക്ക് മാർക്ക് ആദ്യം ആഡ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഫിസിക്സിന് 35-ൽ 40-ന് 33 മാർക്ക്, ഫിസിക്സിന് 40-ൽ 33. നമുക്കറിയാം A+ കിട്ടണമെങ്കിൽ നമുക്ക് 40-ന് 35 മാർക്ക് വേണം. ഇതിന് CE മാർക്ക് കൊണ്ട് ചേർത്ത് 50-ൽ 45 മാർക്ക് വേണം നമുക്ക് ഒരു ഫിസിക്സ് എന്ന സബ്ജക്റ്റിന് A+ കിട്ടാൻ. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം CE മാർക്ക് എല്ലാവർക്കും ടീച്ചർമാർ വാരിക്കോരി തന്നെയാണ് എല്ലാ വർഷവും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും കൊടുത്തിട്ടുണ്ടാവും 10 മാർക്ക്. പക്ഷേ ഇത്തവണ കുറച്ചൊരു സ്ട്രിക്റ്റ് ആവാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സർക്കുലർ ഉണ്ടായിരുന്നു, അവിടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഗ്രേസ് മാർക്ക് കൊടുക്കുക, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കരുത് എന്നൊരു ഇതുണ്ട്. എന്നാലും നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരല്ലേ, അവരെങ്ങനെയെങ്കിലും നിങ്ങൾ ജയിച്ചു പോകണമെന്ന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ ഒരുവിധമുള്ള എല്ലാവർക്കും, ഒരുവിധം പെർഫോമൻസ് ചെയ്ത എല്ലാവർക്കും 10 മാർക്ക് അവരിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 40-ൽ 33 മേടിച്ച കുട്ടിക്ക് 50-ലാകുമ്പോൾ അത് 43 മാർക്കായി. അപ്പോൾ 20 മാർക്ക് ഗ്രേസ് മാർക്കുള്ള ഒരു കുട്ടിക്ക് ഈ 20 മാർക്കിൽ നിന്ന് എത്ര മാർക്ക് തരും? ഒരു 2 മാർക്ക് തരും. 2 മാർക്ക് തന്ന് അത് A+ ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം 100 മാർക്കിൻ്റെ പരീക്ഷ നമ്മൾ എഴുതുന്നത് 80-ലാണല്ലേ. 80-ലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. 80-ൽ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടിയോളൂ? 80-ൽ 70 മാർക്ക് വേണം A+ന്. അതാകുമ്പോൾ 100-ലാകുമ്പോൾ 90 മാർക്ക് വേണം A+ന്. ഓക്കെ. അപ്പോൾ ഇവിടെ 80-ൽ 20 മാർക്കാണ് നമുക്കിവിടെ ഗ്രേസ് മാർക്ക്. 20 മാർക്ക് ഇപ്പം നമുക്ക് 68 മാർക്കേ ഉള്ളൂ എങ്കിൽ നമുക്കത് 70 മാർക്ക് വേണം 90 മാർക്ക് ആകാനായിട്ട്, ഗ്രേസ് മാർക്ക് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 70 മാർക്ക്. അപ്പം അതായത് 80-ൽ 70 മാർക്കും 100-ൽ 90 മാർക്കും വേണം നമുക്ക് ഗ്രേസ് മാർക്കിന്, A+ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു 68 മാർക്കേ കിട്ടിയുള്ളൂ. വീണ്ടും ആ 20-ൽ നിന്ന് 2 നമ്മൾ നേരത്തെ ഫിസിക്സിന് എടുത്തു, 2 മാർക്ക് നമുക്ക് എന്തിലേക്ക് ഇട്ടായിരുന്നു? ഈ സബ്ജക്റ്റിലോട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ 4 മാർക്കായി. അപ്പോൾ നമുക്ക് ഒരു 12 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു 10 സബ്ജക്റ്റിന് നമുക്ക് A+ ഉണ്ട്, 2 സബ്ജക്റ്റിന് A+ ഇല്ലാതെ ഉണ്ടെങ്കിൽ അതിൽ എത്ര മാർക്ക് വേണോ ആ മാർക്ക് അവർ ആഡ് ചെയ്ത് തന്ന് നമുക്ക് A+ ആക്കുന്നു. എത്ര മാർക്കെന്ന് പറയാനായിട്ട് 20 മാർക്കിനുള്ളിൽ. SPC സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് 20 മാർക്ക്. ലിറ്റിൽ കൈറ്റ്സിനൊക്കെ 10 മാർക്കേ ഉള്ളൂ കേട്ടോ, JRCക്കൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പം ഇപ്പോൾ
ഇനി വരുന്ന 8ലെ ഇനി അടുത്ത ടേം തൊട്ട് അല്ലെങ്കിൽ ഇപ്പോൾ 8ൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരുമ്പോൾ ഈ ഗ്രേഡ് സിസ്റ്റത്തിനൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും ചാനൽ അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു എങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്